ഡിയർ ലേണേഴ്സ്, ഏവർക്കും സ്വാഗതം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? As we have discussed earlier, goodwill is the good name or reputation of a firm which enabled it to earn super profit. It is the present value of a firm's anticipated excess earnings. Goodwill exists only when the firm earns super profit. Any firm that earns normal profit or is incurring losses has no goodwill. Then we have seen the factors affecting goodwill. What are they? Yes, centralized location, efficiency of management, market situation like monopoly or limited competition, special advantage like patents, trademark, import license, etc., and nature of business. The methods of valuing goodwill are average profit method, super profit method, and capitalization method. Among this, we have already discussed the average profit method, both the simple average and a weighted average profit method. Today we have to discuss the super profit method of valuation of goodwill. Let's see what is super profit. The excess of actual profit over the normal profit is termed as super profit. നോർമൽ പ്രോഫിറ്റിനേക്കാൾ അധികമായി ഒരു സ്ഥാപനം ഏൺ ചെയ്യുന്ന ആക്ച്വൽ പ്രോഫിറ്റ്, അതിനാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ മീൻസ് ഓവർ ആൻഡ് എബോവ് എന്നാണ്. നമ്മൾ പറയും സൂപ്പർ സ്റ്റാർ, സൂപ്പർ ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി അധികമായി നന്നായി പ്രവർത്തിക്കുന്നതിനാണ് നമ്മൾ സൂപ്പർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അധിക സ്പീഡിൽ പോകുന്ന വാഹനം സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ അധിക ലാഭം നമ്മുടെ സ്ഥാപനം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഗുഡ്വിൽ കിട്ടും. സോ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയാൻ എത്രയേ ഉള്ളൂ, ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ആവറേജ് പ്രോഫിറ്റ് കാണാൻ നമ്മൾ നേരത്തെ പഠിച്ചു. ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് മൾട്ടിപ്ലൈഡ് വിത്ത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് മൈനസ് എക്സ്റ്റേണൽ ലയബിലിറ്റി. സ്ഥാപനത്തിൻ്റെ ആകെ അസറ്റിൽ നിന്നും എക്സ്റ്റേണൽ ലയബിലിറ്റി കുറയ്ക്കുക. ടോട്ടൽ അസറ്റ് മീൻസ് എക്സ്ക്ലൂഡിങ് ഗുഡ്വില്ലാണ്. എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ടോട്ടൽ അസറ്റിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ് എന്ന് പറയും. ഈ നെറ്റ് അസറ്റിനെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ദ റിട്ടേൺ ദാറ്റ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഓൺ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ്. നമ്മൾ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച തുകയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ലാഭം എന്തോ അതിനാണ് നമ്മൾ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. നമ്മുടേതുപോലെയുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഏൺ ചെയ്യുന്ന ലാഭം, അതാണ് നോർമൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു സ്റ്റേഷനറി കച്ചവടമാണെന്ന് വിചാരിക്കാം. സാധാരണ സ്റ്റേഷനറി കച്ചവടങ്ങളിലെല്ലാം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 15% ലാഭം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏൺ ചെയ്യേണ്ട ലാഭം ഈ 15% ആണ്. ഇതാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സ്ഥാപനത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഏറ്റവും മിനിമം ലാഭം ഏതോ അതാണ് നോർമൽ പ്രോഫിറ്റ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ 20% ലാഭം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അധികമായിട്ട് ഏൺ ചെയ്യുന്ന 5%, 15% നോർമൽ പ്രോഫിറ്റാണ്. നമ്മൾ ഏൺ ചെയ്യുന്നത് 20% ആണെങ്കിൽ അധികമായിട്ട് ഏൺ ചെയ്യുന്ന ആ 5% എന്ന് പറയുന്നതാണ് സൂപ്പർ. സോ നോർമൽ പ്രോഫിറ്റ് കാണുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡിനെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് സൂപ്പർ പ്രോഫിറ്റ്. ഗുഡ് വിൽ കാണുന്നത് സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടതുപോലെ തന്നെ ക്വസ്റ്റിനകത്ത് പറയും ഇനിയും എത്ര വർഷം ഈ ലാഭം തുടരും എന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ടോ, അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആയിട്ട് എടുക്കുന്നത്. വരുന്ന 3 വർഷം കൂടി ഇതേ നിലയിൽ സൂപ്പർ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സ്ഥാപനത്തിന് സാധ്യതയുണ്ട് എങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആയിട്ട് 3നെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. സോ സൂപ്പർ പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, അതാണ് ഗുഡ് വിൽ. ദെൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാണാനുള്ള സ്റ്റെപ്പ് നോക്കുക. ഒന്ന്, കാൽക്കുലേറ്റ് ആവറേജ് പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. എത്ര വർഷത്തെ ലാഭമാണോ നമ്മൾ പരിഗണിച്ച് ആ നമ്പർ കൊണ്ട് ടോട്ടൽ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുക, ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ദെൻ നോർമൽ പ്രോഫിറ്റ് കാണുക. എങ്ങനെ നോർമൽ പ്രോഫിറ്റ് കാണുന്നത്? യെസ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ടാവും എങ്കിൽ ആ ക്യാപിറ്റൽ എംപ്ലോയിഡിനെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്വസ്റ്റിനകത്ത് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക എങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണണം. എങ്ങനെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണും? യെസ്, ടോട്ടൽ അസറ്റിൽ നിന്നും എക്സ്റ്റേണൽ ലയബിലിറ്റി ഡിഡക്റ്റ് ചെയ്താൽ, കുറച്ചാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ആ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, ദെൻ നോർമൽ പ്രോഫിറ്റ് ആയി. ദെൻ കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ്. എങ്ങനെ സൂപ്പർ പ്രോഫിറ്റ് കാണുന്നത്? യെസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് പ്രോഫിറ്റ് ആൻഡ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്, അതാണ് സൂപ്പർ പ്രോഫിറ്റ്. ദെൻ കാൽക്കുലേറ്റ് ഗുഡ് വിൽ. ഗുഡ് വിൽ എങ്ങനെ കാണും? സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ദി എക്സസ് ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റിനേക്കാൾ അധികമായി ഒരു സ്ഥാപനം ഏൺ ചെയ്യുന്ന, നേടുന്ന ലാഭത്തെയാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഗുഡ് വിൽ കിട്ടും. സോ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാണണം, നോർമൽ പ്രോഫിറ്റ് കാണണം. ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഗുഡ് വിൽ കിട്ടും. ലെറ്റ്സ് സോൾവ് ആൻ ഇല്ലസ്ട്രേഷൻ. The profit of a firm for the last 5 years were 40,000, 50,000, 60,000, 50,000 and 60,000. Capital employed by the firm is 3 lakh and normal rate of return is 10%. Calculate goodwill by 3 years purchase of super profit of last 5 years. കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആവറേജ് പ്രോഫിറ്റ് കാണുക, ദെൻ നോർമൽ പ്രോഫിറ്റ് കാണുക. ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസം കാണുക, അതാണ് സൂപ്പർ പ്രോഫിറ്റ്. ഈ സൂപ്പർ പ്രോഫിറ്റിൻ്റെ 3 ടൈംസ് ആയിരിക്കും ഗുഡ് വിൽ എന്നാണ് പറയുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് കാണുക. എങ്ങനെ ആവറേജ് പ്രോഫിറ്റ് കാണുന്നത്? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് ആണ്. സോ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കാണാം. 40,000, 50,000, 60,000, 50,000, ദെൻ 60,000. 5 വർഷത്തെ പ്രോഫിറ്റ്. ഇത് 5ഉം കൂടി ആഡ് ചെയ്യുക. സോ ടോട്ടൽ പ്രോഫിറ്റ് യെസ് 2,60,000. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് 2015, 16, 17, 18, 19 5 വർഷത്തെ ലാഭമാണ് തന്നിരിക്കുന്നത്. സോ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് മീൻസ് 5. സോ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് ആണ്. ടോട്ടൽ പ്രോഫിറ്റ് എത്ര? യെസ് 2,60,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയർ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 52,000. 52,000 രൂപ ആവറേജ് പ്രോഫിറ്റ് കിട്ടി. സോ ഫസ്റ്റ് സ്റ്റേജ് ആവറേജ് പ്രോഫിറ്റ് കാണലാണ്. ആവറേജ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നോർമൽ പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. നോർമൽ പ്രോഫിറ്റ് ഈക്വൽസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ബൈ ദ ഫേം 3 lakh എന്ന് തന്നിട്ടുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%. സോ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3 lakh ഇൻറ്റു 10% ആണ്. 3 ലക്ഷം രൂപയാണ് സ്ഥാപനം എംപ്ലോയ് ചെയ്തിരിക്കുന്ന മൂലധനം. അതിൻ്റെ 10% പ്രതീക്ഷിക്കുന്ന ലാഭം. സോ 3 lakh ഇൻറ്റു 10%, ദാറ്റ് ഈസ് ഈക്വൽ ടു 30,000. 3 ലക്ഷം രൂപ നിക്ഷേപമുള്ള ഒരു സ്ഥാപനം 10% നിരക്കിൽ ലാഭം ഏൺ ചെയ്താൽ
ആ സ്ഥാപനം ഏൺ ചെയ്യേണ്ട ലാഭം 30,000 രൂപയാണ്. അതാണ് നോർമൽ പ്രോഫിറ്റ്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് കാണലാണ്. എന്താ സൂപ്പർ പ്രോഫിറ്റ്? യെസ്, ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി. എത്രയായിരുന്നു ആവറേജ് പ്രോഫിറ്റ്? 52,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് 30,000 രൂപ. സോ 52,000 മൈനസ് 30,000. സോ ആവറേജ് പ്രോഫിറ്റ് നിന്നും നോർമൽ പ്രോഫിറ്റ് കുറച്ചാൽ സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. എത്ര രൂപ? യെസ്, 22,000 രൂപ. ഇനി ഫോർത്ത് സ്റ്റേജ് ഗുഡ്വിൽ കാണലാണ്. ഗുഡ്വിൽ സമം സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ഗുഡ്വിൽ ബൈ 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് എന്നാണ്. സോ നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് 3 ആണ്. സൂപ്പർ പ്രോഫിറ്റ് 22,000 രൂപ ഇൻറ്റു 3 ദാറ്റ് ഈസ് ഇക്വൽ ടു 66,000. സോ സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ 66,000 രൂപയാണ്. സോ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാൻ 4 സ്റ്റേജസ് അവളെ. ഏതൊക്കെ? ഒന്ന്, ആവറേജ് പ്രോഫിറ്റ് കാണുക. എങ്ങനെ ആവറേജ് പ്രോഫിറ്റ് കാണും? തന്നിരിക്കുന്ന ലാഭങ്ങളെല്ലാം കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എത്ര വർഷത്തെ ലാഭമാണോ നമ്മൾ ആഡ് ചെയ്തേ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. രണ്ടാമത്തെ സ്റ്റേജ് നോർമൽ പ്രോഫിറ്റ് കാണണം. എന്താ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക് ലഭിക്കേണ്ട ലാഭം എത്രയോ അതാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇവിടെ സ്ഥാപനം ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ 3 ലക്ഷം രൂപ. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%. അതായത് 3 ലക്ഷം രൂപയുടെ 10% 30,000 രൂപയാണ് സ്ഥാപനം ഏൺ ചെയ്യേണ്ട ലാഭം. ദെൻ തേർഡ് സ്റ്റേജ് സൂപ്പർ പ്രോഫിറ്റ് ആണ്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ആവറേജ് പ്രോഫിറ്റ് 52,000 രൂപ, നോർമൽ പ്രോഫിറ്റ് 30,000 രൂപ. സോ 52,000 നിന്നും 30,000 രൂപ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് 22,000 രൂപ കിട്ടും. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ഗുഡ്വിൽ കാണലാണ്. സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സൂപ്പർ പ്രോഫിറ്റ് 22,000 ഇൻറ്റു 3 years പർച്ചേസ് എന്നാണ്. ആയതിനാൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഗുഡ്വിൽ 66,000 രൂപ. മറ്റൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ദ ക്യാപിറ്റൽ ഓഫ് അനു ആൻഡ് ബെന്നു ഈസ് ₹1 lakh ആൻഡ് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 15%. ആനുവൽ സാലറി ടു പാർട്ട്നേഴ്സ് ഈസ് 6,000 each. The profit of the firm for the last 3 years were 30,000, 36,000 and 42,000. Calculate goodwill by 2 years purchase of the last 3 years average super profit. കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് സൂപ്പർ പ്രോഫിറ്റിൻ്റെ 2 times ആണ് ഗുഡ്വിൽ എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആവറേജ് പ്രോഫിറ്റ് കാണുക. ആവറേജ് പ്രോഫിറ്റ് ഈക്വൽസ് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് ആണ്. സോ ടോട്ടൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ലാസ്റ്റ് 3 years പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 30,000, 36,000, 42,000. ഇവ 3 കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? യെസ്, 1,08,000. സോ ടോട്ടൽ പ്രോഫിറ്റ് 1,08,000 രൂപ. നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് നമ്മൾ 3 വർഷത്തെ ലാഭമാണ് ആഡ് ചെയ്തത്. സോ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് മീൻസ് 3. ദെൻ ആവറേജ് പ്രോഫിറ്റ് സമം ടോട്ടൽ പ്രോഫിറ്റായ 1,08,000നെ നമ്പർ ഓഫ് ഇയേഴ്സ് ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1,08,000 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 36,000. സോ ഫസ്റ്റ് സ്റ്റേജ് ആവറേജ് പ്രോഫിറ്റുകളാണ്. ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നോർമൽ പ്രോഫിറ്റ് കാണലാണ്. ഇവിടെ നോർമൽ പ്രോഫിറ്റ് കാണാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പാർട്ട്നേഴ്സ് സാലറിയും ചേരുന്ന തുകയായിരിക്കും നോർമൽ പ്രോഫിറ്റ് എന്നാണ്. മൂലധന പലിശയും പങ്കാളികളുടെ ശമ്പളവും ചേർന്ന തുക. അതായത് സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ മിനിമം ലാഭം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പാർട്ട്ണറുടെ സാലറിയും ചേരുന്ന തുകയെങ്കിലും ലഭിക്കണം. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ല നമുക്ക് തന്നിരിക്കുന്നത്. ക്യാപിറ്റലിൻ്റെ പലിശയും പാർട്ട്ണർക്ക് കൊടുക്കേണ്ട ശമ്പളവും ഈ തുകയെങ്കിലും ലഭിച്ചാൽ സ്ഥാപനത്തിന് മിനിമം പ്രവർത്തന ലാഭം നേടാം എന്ന് സാരം. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ
ഫേമിൻ്റെ ക്യാപിറ്റൽ എംപ്ലോയിഡ് 1 lakh ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 15% എന്നാണ് പറഞ്ഞത്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 15%, ദാറ്റ് ഈസ് 15,000. 1,00,000 രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, 15% ഇൻട്രസ്റ്റ് എങ്കിൽ സ്ഥാപനത്തിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 15,000 രൂപ. അടുത്ത ഐറ്റം പാർട്ട്ണറുടെ സാലറിയാണ്. സാലറി ടു പാർട്ട്നേഴ്സ് 6,000 ഈച്ച് എന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും 6,000 രൂപ വീതം ശമ്പളത്തിന് അർഹതയുണ്ട്. അനു ആൻഡ് ബെന്നു ആർ പാർട്ട്നേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ്റെ ആരംഭം. അതായത് 2 പാർട്ട്നേഴ്സ് ഉണ്ട്. ഓരോരുത്തർക്കും 6,000 രൂപ ശമ്പളം നൽകണമെങ്കിൽ 6,000 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12,000 റുപ്പീസാണ് ടോട്ടൽ സാലറി ടു പാർട്ട്നേഴ്സ്. സോ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായ 15,000 പ്ലസ് പാർട്ട്നേഴ്സ് സാലറി 12,000, ടോട്ടൽ 27,000. അതായത് 27,000 രൂപ ലാഭം ഏൺ ചെയ്താൽ സ്ഥാപനത്തിന് പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കും എന്ന് സാരം. മിനിമം ലാഭം എന്ന് പറയുന്നത് 27,000 രൂപയായിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 15,000 രൂപ വേണം, സാലറി 12,000 രൂപ വേണം. ഇത് രണ്ടും കൂടെ ചേർന്ന് 27,000 രൂപ എങ്കിലും നേടുന്നുണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് സാരം. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് കാണലാണ്. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽസ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു, 36,000 മൈനസ് നോർമൽ പ്രോഫിറ്റായി നാം എടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പാർട്ട്ണറുടെ സാലറിയും ചേർന്ന 27,000 രൂപയാണ്. സോ സൂപ്പർ പ്രോഫിറ്റ് മീൻസ് 36,000 മൈനസ് 27,000. എത്ര കിട്ടി? 9,000. ഈ 9,000 രൂപയാണ് സ്ഥാപനത്തിൻ്റെ സൂപ്പർ പ്രോഫിറ്റ്. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ അധികമായിട്ട് ഏൺ ചെയ്യുന്ന ലാഭം എന്ന് പറയുന്നത് 9,000 രൂപ. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ഗുഡ് വിൽ കാണുക. എന്താ ഗുഡ് വിൽ കാണാനുള്ള ഇക്വേഷൻ? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് എത്രയാ? 9,000 ഇൻറ്റു 2 years പർച്ചേസ് എന്നാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞത്. സോ 9,000 ഇൻറ്റു 2 ദാറ്റ് ഈസ് 18,000 ആണ് സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ. സോ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാണുവാൻ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാണുക. ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണും? ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ദെൻ നോർമൽ പ്രോഫിറ്റ് കാണുക. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കാണും? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നെറ്റ് അസറ്റ്, ടോട്ടൽ അസറ്റിൽ നിന്നും എക്സ്റ്റേണൽ ലയബിലിറ്റി കുറച്ചാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ആ ക്യാപിറ്റൽ എംപ്ലോയിഡിനെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ പ്രോഫിറ്റ് കിട്ടും. ഈ ക്വസ്റ്റ്യനകത്ത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ല തന്നത്, പിന്നെയോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പാർട്ട്ണറുടെ സാലറിയും ചേർന്ന തുക നോർമൽ പ്രോഫിറ്റായി എടുക്കാം എന്നാണ് പറഞ്ഞത്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1,00,000-ന് 15% നിരക്കിൽ 15,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പാർട്ട്ണർക്ക് 6,000 രൂപ വീതം 2 പേർക്കുള്ള സാലറി 12,000 രൂപയും, അങ്ങനെ ആകെ 27,000 രൂപ സ്ഥാപനത്തിൻ്റെ നോർമൽ പ്രോഫിറ്റായി പരിഗണിക്കുന്നു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് കാണലാണ്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ് ആണ്. അതായത് ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് കുറയ്ക്കുക. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് 36,000, നോർമൽ പ്രോഫിറ്റ് 27,000. സോ 36,000-ൽ നിന്നും 27,000 കുറച്ചാൽ 9,000 ആണ് സൂപ്പർ പ്രോഫിറ്റ്. ഈ സൂപ്പർ പ്രോഫിറ്റ് 2 വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 2 18,000 ആണ് ഫേമിൻ്റെ ഗുഡ് വില്ലായിട്ട് പരിഗണിക്കുന്നത്. നമ്മളിവിടെ പ്രോഫിറ്റ് എടുക്കുമ്പോൾ അബ്നോർമൽ പ്രോഫിറ്റ്, അബ്നോർമൽ ലോസ് ഇവയെല്ലാം ഒഴിവാക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കണം. Then test your understanding. Thank you for your cooperation.